സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സിനിമയായിട്ടുള്ള ഇക്ക വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ഇതിൽ വരുന്ന ട്വിസ്റ്റുകളും കാര്യങ്ങളും കാണുമ്പോൾ സർപ്രൈസ് ആകുന്നതിനേക്കാൾ നമ്മൾ പുരികം ചുളിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. മികച്ച കോണ്ടന്റ് ഒരുപാട് കാണാൻ കിട്ടുന്ന ഇന്നത്തെ ഓഡിയൻസിന്റെ മുന്നിലേക്ക് അവർ കൊണ്ടിടുന്ന ട്വിസ്റ്റുകൾ കാണുമ്പോൾ ആർക്കും വലിയ സർപ്രൈസ് തോന്നില്ല. കാരണം അവർ എന്തോ വലിയ കാര്യം പോലെ അവതരിപ്പിക്കുന്ന സംഗതി ഒരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ ആദ്യമേ ഊഹിച്ചിട്ടുണ്ടാകും. ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റുകൾ ആകുന്നതിന് പകരം തട്ടുപൊളിപ്പൻ സിനിമയുടെ ഡയലോഗടി വൈബിലേക്ക് പോകുന്ന ഈ പടം കണ്ടുമടുത്ത തരം ത്രില്ലർ ബീറ്റുകളും കുറെ ഹീറോയിസം പരിപാടികളും കാണിക്കുന്ന ഒരു സാധാരണ സിനിമയാണ്. അർജുൻ മെഹ്റ എന്ന അഡ്വക്കേറ്റ് ആണ് നമ്മുടെ പ്രധാന കഥാപാത്രം. പുള്ളി ബോംബെയിലെ ഹോട്ട് ഷോട്ട് ആയിട്ടുള്ള വക്കീലാണ്. ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് ആക്രമിച്ച് കാറിൽ നിന്ന് തള്ളിയിട്ടു എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പ്രമുഖ ബിസിനസ്സുകാരനായിട്ടുള്ള ശൗര്യമാൻ ഗോർ ആണ് കേസിലെ പ്രതി. പുള്ളിക്കാരന്റെ അച്ഛൻ വലിയൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹം നമ്മുടെ നായകനോട് ശൗര്യമാന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഭാഗമാവാൻ വ്യക്തിപരമായിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടും ചില പ്രത്യേക കാരണങ്ങളാൽ അർജുൻ മെഹ്റ ശൗര്യമാന് വേണ്ടി വാദിക്കാൻ തീരുമാനിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെയുള്ള മെഹ്റയുടെ ഈ വാദം എങ്ങനെ കോടതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടത്തിന്റെ പേര് ഇക്ക എന്ന് ആയത് എന്തുകൊണ്ടാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഹിന്ദിയിൽ നമ്മുടെ ചീട്ടുകളിയിലെ എയ്സ് കാർഡിനെ വിളിക്കുന്ന പേരാണ് ഇക്ക. ആ പേരിലാണ് ലോയർ സർക്കിളിൽ നമ്മുടെ നായകൻ അറിയപ്പെടുന്നത്. ഈ പടത്തിന്റെ ഒരു ഫോർമുല സ്ട്രക്ചർ എഴുത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അത് കാണുമ്പോൾ ഇവർ ഇതൊരു തിയേറ്റർ റിലീസ് പോലെ ആയിരുന്നു ആദ്യം വിചാരിച്ചത് എന്ന് തോന്നിപ്പോകും. ഒരു ടെഡ് ടോക്ക് പോലെയുള്ള സംഗതി കാണിച്ചുകൊണ്ടാണ് അർജുനെ സിനിമ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഈ കേസ് ഏറ്റെടുക്കാൻ അർജുനെ നിർബന്ധിച്ച സാഹചര്യം എന്താണെന്ന് സിനിമ നമുക്ക് കാണിച്ചു തരും. ആ പറയുന്ന സാഹചര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അത് സംഭവിക്കുന്നു എന്നത് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള, സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കോയിൻസിഡൻസ് ആയിട്ട് മാറുന്നു. കോടതി മുറിയിലുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ സ്ഥിരം പരിപാടിയായിട്ടുള്ള സീനിയറിന്റെ മുന്നിൽ ജൂനിയർ പതറുന്നതും ഒരു ഘട്ടത്തിൽ വാശിയും ദേഷ്യവും കാരണം ജൂനിയർ കത്തിക്കയറുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് തിരക്കഥ ഫോളോ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ധർമ്മേന്ദ്രയുടെ മകൻ സണ്ണി ഡിയോൾ നായകനായിട്ട് വരുന്ന ഒരു സിനിമ ഒരിക്കലും മോശക്കാരനെ ശിക്ഷിക്കാതെ വിടില്ല എന്ന ധാരണ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകും. ഇതിനു മുന്നേ വി ആർ ഫാമിലി, ഹിച്ച്കി മുതലായ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സിദ്ധാർത്ഥ് പി മൽഹോത്രയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കോർപ്പറേറ്റ് സെറ്റപ്പിലുള്ള തിരക്കഥാ രചനയിലുള്ള ന്യൂനതകളിൽ നിന്ന് ഈ സിനിമയെ രക്ഷിച്ചെടുക്കാൻ പുള്ളിക്ക് അങ്ങനെ പറ്റുന്നില്ല. അമിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയലോഗുകളും വളരെ അധികമായിട്ട് സീനുകളിൽ വരുന്ന മെലോഡ്രാമയും എല്ലാം ഈ പടത്തെ പുറകോട്ട് വലിക്കുന്നുണ്ട്. കഥയുടെ ഇമോഷണൽ ബീറ്റുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള പല സിനിമകളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. തിരക്കഥയിൽ വരുന്ന ലീഗലായിട്ടുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ജോളി LLB കണ്ടിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ പോലും ഈ സിനിമയിലെ കോടതി കുറച്ചധികം സിനിമാറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത്. പ്രോസിക്യൂഷൻ കാര്യമായ മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പുതിയ സാക്ഷികളെ കൊണ്ടുവരികയും ജഡ്ജ് അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന അർജുൻ മെഹ്റ എന്ന ലോയർ ആയിട്ടുള്ള നായകനെ ഒരു ബുദ്ധി രാക്ഷസനൊക്കെ ആയിട്ടാണ് ബിൽഡപ്പ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പുള്ളിയുടെ സാമർത്ഥ്യം പോലെയൊക്കെ കാണിക്കുന്ന സീനുകൾ വെറും വാചക കസർത്ത് പോലെയേ തോന്നുന്നുള്ളൂ. അർജുന്റെ ഭാര്യയും ശൗര്യമാനും തമ്മിലുള്ള ഒരു കോൺഫ്രണ്ടേഷൻ സീനൊക്കെ കഥയ്ക്ക് കാര്യമായി ഒരു മെച്ചവും ഇല്ലാത്ത തരം ബാക്ക് സ്റ്റോറികളിലേക്കാണ് പോകുന്നത്. ഈ സിനിമയുടെ ഫിലിം മേക്കിങ്ങിനെ വേണമെങ്കിൽ സ്ഥിരം രീതിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് വെറും ശരാശരി എന്നൊക്കെ പറയാം. പക്ഷേ എല്ലാ തരത്തിലും നിരാശപ്പെടുത്തുന്ന ഒരു സംഗതി ഇതിലെ രണ്ട് സൂപ്പർ താരങ്ങളുടെയും പ്രകടനമാണ്. കുറച്ച് സട്ടിലായിട്ട് പെർഫോം ചെയ്യണമെന്ന ഡിമാൻഡ് സണ്ണി ഡിയോളിനെ കാര്യമായിട്ട് ബാധിച്ചതുപോലെയാണ് പുള്ളിയുടെ പെർഫോമൻസ് കാണുമ്പോൾ തോന്നുക. അക്ഷയ് ഖന്നയുമായിട്ടുള്ള പുള്ളിയുടെ പല കോമ്പിനേഷൻ സീനുകളിലും ആ കഥാപാത്രം നമ്മൾ സണ്ണി ഡിയോളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അലറൽ പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. ഇനി അക്ഷയ് ഖന്നയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവനവന്റെ തന്നെ മോശം മിമിക്രി ക്യാമറ നോക്കി ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. കുറ്റബോധം 10 പൈസയ്ക്ക് ഇല്ലാത്ത ഒരുത്തനായിട്ട് ശൗര്യമാൻ എന്ന കഥാപാത്രത്തെ മാറ്റാൻ വേണ്ടി പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്ന ചുണ്ടു വളച്ചിട്ടുള്ള പുച്ഛം പരിപാടി ഇതിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് കുറച്ച് കൂട്ടി ചെയ്യാൻ നോക്കിയത് മൊത്തത്തിൽ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പെർഫോമൻസിനെ കൊണ്ടുപോകുന്നുണ്ട്. സണ്ണി ഡിയോളും പുള്ളിയുമുള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീൻ ഈ ഒരു മോശം അഭിനയത്തിന്റെ പീക്കാണ്. ദിയ മിർസയാണ് അർജുൻ മെഹ്റയുടെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ ലൈനുകൾ പറയാനുള്ള ആ കഥാപാത്രത്തെ പുള്ളിക്കാരി തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് തിലോത്തമ ഷോമയാണ്. പരിചയക്കുറവുള്ള വക്കീൽ എന്ന ക്യാരക്ടർ ആർക്കിടൈപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുള്ളത്. കഴിവുള്ള അഭിനേതാക്കളുള്ള ഒരു ഡ്രാമ എന്നൊരു ഇംപ്രഷൻ സിനിമയെക്കുറിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്തതുപോലെ ആയിരുന്നു തിലോത്തമയുടെ ഈ സിനിമയിലുള്ള കാസ്റ്റിംഗ്. കുറച്ച് ഡയലോഗുകളും സീനുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അർജുന്റെ മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദരിയ ബേദി മറ്റു പെർഫോമർമാർ ഈ സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്ന മീറ്ററിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മുഴുവൻ പടവും എത്ര പേർ കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നെറ്റ്ഫ്ലിക്സ് ഒരു പടത്തിന്റെ നിലവാരം അളക്കുന്നതെങ്കിൽ ഈ സിനിമയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായ അളവുകോലാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ടു തീർത്തത് തുടക്കത്തിൽ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു അസ്വാഭാവികത അവസാനത്തേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്.
ഈ സിനിമ എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനുള്ള നല്ലൊരു മാനദണ്ഡം എന്ന് പറയുന്നത് എത്ര തവണ ആളുകൾ പോസ് ചെയ്ത് ഗ്യാപ്പ് എടുത്ത് വീണ്ടും ബാക്കി കണ്ടു എന്നത് നോക്കുന്നതായിരിക്കും. വ്യക്തിപരമായി ഒന്നിലധികം സ്ഥലങ്ങളിൽ നിരാശപ്പെടുത്തുന്ന ട്വിസ്റ്റുകളും കാര്യങ്ങളും കാരണം ഞാൻ സിനിമ പോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കാര്യമായ ഒരു ടേക്ക് അവേയും ഇല്ലാതെ ചുമ്മാ കണ്ടിരിക്കാം എന്നുള്ള അവസ്ഥയിൽ പോകുന്ന ഒരുപാട് നെറ്റ്ഫ്ലിക്സ് സിനിമകളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സിനിമയാണ് ആകെ മൊത്തത്തിൽ ഇക്ക. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.